സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടക്കും. വിവിധ ഇടങ്ങളിലായി 85 സൈറണുകളാണ് പരീക്ഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകാനാണ് കവചം എന്ന പേരിൽ സൈറണുകൾ സ്ഥാപിച്ചത്. അപായ സൂചനകൾ നൽകി ഉച്ചത്തിൽ സൈറൺ മുഴങ്ങിയാൽ ഇന്ന് ഭയപ്പെടേണ്ടതില്ല. ഇന്ന് സൈറൺ മുഴങ്ങും. സൈറൺ മുഴങ്ങിയാൽ ഇതൊരു ടെസ്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് 85 സ്ഥലങ്ങളിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സൈറനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കരിക്കകം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. ഇവിടെയും ഒരു സൈറൺ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 7 സ്ഥലങ്ങളിലാണ് സൈറനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് ഈ കവചം എന്ന പേരിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറനുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നത്. ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലുമൊക്കെ സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട പട്ടിക പ്രകാരം 19 സൈറനുകളുടെ പരീക്ഷണം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2:50 വരെയുള്ള സമയങ്ങളിൽ നടക്കും. ബാക്കി 66 സൈറനുകളുടെ പരീക്ഷണം വൈകുന്നേരം 4 മണിക്ക് ശേഷമായിരിക്കും നടക്കുക. തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ 7 സ്ഥലങ്ങളിലാണ് പരീക്ഷണം നടക്കുക. പല സ്കൂളുകളിലും ഒപ്പം തന്നെ പൊതു കേന്ദ്രങ്ങളിലും ഈ സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ പ്രാദേശികമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തുന്നത്. ഇത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കൺട്രോൾ റൂം വഴിയും പ്രാദേശിക ഭരണകൂടം വഴിയും പ്രവർത്തിക്കാനാകും. ജനങ്ങൾക്ക് അവബോധം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൈറനുകൾ സജ്ജമാക്കി പരീക്ഷണം നടത്തുന്നത്. ഓക്കെ, താങ്ക് യു അനീഷ്.